പൊതുവേ കളരിയിൽ പുറത്തുനിന്ന് ആൾക്കാർക്ക് കാണുമ്പോഴത്തേക്കുള്ളൊരു അഭിപ്രായമുണ്ട്. അതായത് രണ്ട് പേർക്കും കളരി അറിയാമെങ്കിൽ മാത്രമേ നമ്മൾ കളരിയിലെ അടികളോ പ്രയോഗങ്ങളോ ചെയ്തൊരു കാര്യമുള്ളൂ. എക്സാമ്പിൾ, ഞാനത് കൂടുതൽ വിശദീകരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിനേക്കാളും ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഉദാഹരണത്തിന് നീ എന്നെ അടിക്കുകയാണ്, ഞാനിതാ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യും, അടുത്ത് വീണ്ടും ബ്ലോക്ക് ചെയ്തു, അടുത്ത് വീണ്ടും, എന്നിട്ട് ഒരു ഇടി ഇടിക്കുന്നു, വീണ്ടും ഒരു ഇടി ഇടിക്കുന്നു, അടുത്ത് ഞാൻ വീണ്ടും നിന്നെ ഒരു ഇടി, തിരിച്ച് ഞാൻ വീണ്ടും ഒരു ഇടി, ചവിട്ട് ഇങ്ങനെ അങ്ങ് പോകുന്നു. ഇത് കാണുമ്പോഴത്തേക്കും പൊതുവെ ഉണ്ടായിരുന്ന ധാരണ ഇത് കളരി രണ്ടുപേർക്കും അറിയാമെങ്കിലേ ഇതൊക്കെ കൊണ്ട് പ്രയോജനമുള്ളൂ, ഇല്ല എങ്കിൽ നമുക്ക് ഇതൊക്കെ ചുമ്മാ കാണിച്ചുകൊണ്ടിരിക്കാം, ഷോ ആയിട്ടതിന് മാത്രമേ കൊള്ളാവൂ എന്നാണ്. പക്ഷെ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ കൊറിയോഗ്രാഫി ചെയ്ത് കറക്റ്റായിട്ട് നമ്മൾ കൊറിയോഗ്രാഫി സെറ്റ് ചെയ്ത് അടി വെട്ട് ഇടി എന്ന് പറഞ്ഞിട്ട് കൊറിയോഗ്രാഫി ചെയ്ത് സെറ്റ് ചെയ്യുന്നത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് പരിശീലിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നീ ഒരു അടി അടിക്കുന്നു, കൃത്യമായിട്ട് എനിക്ക് പരിശീലിക്കാൻ വേണ്ടി മാത്രമാണ് ഇതെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് റിയൽ ലൈഫിൽ സ്ട്രേറ്റ് ഫൈറ്റിൽ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ രണ്ട് പ്രയോജനം, നമ്മൾ കളരിക്കകത്ത് പരിശീലിക്കുമ്പോൾ കൃത്യമായിട്ട് അടി എല്ലാം കൊറിയോഗ്രാഫി ചെയ്ത് അല്ലെങ്കിൽ വായിത്താരിയിലുള്ളതുപോലെ തന്നെ കൃത്യമായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് ഈ ഫ്ലോ കിട്ടി നമ്മൾ ഈ കളരിയിലോട്ട് നമ്മൾ ലയിച്ച് ചേരാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇതെല്ലാം ഇങ്ങനെ കൊറിയോഗ്രാഫി ചെയ്ത് പഠിക്കുന്നത്. അല്ല എങ്കിൽ സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ മിനിമം 1 മിനിറ്റെങ്കിലും നമ്മൾ കളരിയിൽ പ്രോഗ്രാം ചെയ്യേണ്ടി വരും. അതായത് ഞാനും നീയും രണ്ടുപേരും കൂടെയാണ് ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കൈപ്പോര് കാണിക്കുന്നു, അല്ലെങ്കിൽ ഒരു കത്തി കാണിക്കുന്നു എങ്കിലും ഒരു മിനിമം ഒരു 30-40 സെക്കൻഡെങ്കിലും കാണിക്കണം, ഇല്ലെങ്കിൽ 1 മിനിറ്റെങ്കിലും കാണിക്കേണ്ടി വരും. ആ കാണിക്കുമ്പോഴത്തേക്കും നമുക്ക് കൊറിയോഗ്രാഫി ചെയ്തത് വെച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ നമുക്കത് നീട്ടി കുറേ നേരം 1 മിനിറ്റ് വലിച്ച് നീട്ടിയാൽ മാത്രമേ കാണികൾക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ. ഉദാഹരണത്തിന് നീ ഒരു അടി അടിക്കുന്നു, ഞാൻ ബ്ലോക്ക് ചെയ്യുന്നു, കറങ്ങി വെട്ടുന്നു, അടുത്തൊരു ഇടി ഇടിക്കുന്നു, വീണ്ടും ഒരു ഇടി ഇടിക്കുന്നു. ഇത് കണ്ടാലേ കാണികൾക്ക് കൈയടിക്കാനും തോന്നുള്ളൂ, കുറേ നേരം അവർക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ കാണും. പക്ഷേ സ്ട്രീറ്റ് ഫൈറ്റിലോട്ട് പോകുമ്പോൾ റിയൽ ലൈഫിൽ ഒന്നുകൂടെ അടിച്ചോ, ബ്ലോക്ക് ചെയ്തു, എനിക്ക് വീണ്ടും ഒഴിഞ്ഞു മാറേണ്ട ആവശ്യമില്ല. ഞാൻ ഒഴിഞ്ഞു മാറിയാലല്ലേ എനിക്ക് വീണ്ടും നീൻ്റെ ഒരു ഇടിയെ പേടിക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ നേരത്തെ കൊറിയോഗ്രാഫി ചെയ്തതനുസരിച്ചിട്ടാണെങ്കിൽ നിൻ്റെ ഒരു ഇടിയാണ് വരേണ്ടത്. നീ വെറുതെ ഇടിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടേ പോവുള്ളൂ. ഞാൻ ഇവിടെ നിൽക്കുന്നിടത്തോളം നിനക്ക് എന്നെ ഇടിക്കാൻ പാടാണ്. ഞാനിവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, വലത്തേക്ക് വേണ്ടി ഇടിക്കാൻ പറ്റില്ല. എനിക്കാണ് പ്രയോഗം കൂടുതലായിട്ട് സാധ്യതയുള്ളത്. പക്ഷേ നമ്മൾ കൊറിയോഗ്രാഫി ചെയ്യുമ്പോഴത്തേക്കും അടി വെട്ട് ഇടി ഇങ്ങനെ പഠിച്ചങ്ങ് പോകും. ഇത് നമ്മൾ വെറുതെ നമ്മുടെ കറക്റ്റായിട്ട് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്റ്റേജ് പ്രോഗ്രാമിനോ ഷോയ്ക്കൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടോ രണ്ടുപേരും പരസ്പരം 1 മിനിറ്റ് തികയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പരിശീലിക്കാൻ വേണ്ടി കാണിക്കുന്നതായിട്ടും. എന്നാൽ റിയൽ ലൈഫിലോട്ട് വരുമ്പോഴത്തേക്കും സ്ട്രീറ്റ് ഫൈറ്റിലോട്ട് വരുമ്പോഴത്തേക്കും എപ്പോഴാണോ അവസരം കിട്ടുന്നത് അത് ചെയ്യാം. ഒന്നുകൂടെ, ഇപ്പോൾ ഇത്രയും മതി, അല്ലെങ്കിൽ ഈ ബ്ലോക്ക് ചെയ്തിട്ട് ഇത്രയൊക്കെ മതി. അല്ല നമ്മൾ ചൂടിറങ്ങിയാലേ ഒരാൾ ഇടിക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ഒന്നുകൂടെ ഇതങ്ങ് മിസ്സായെന്നതിന് വെച്ചോ, ഒന്നുകൂടെ ഇത് മിസ്സായി. പക്ഷേ രണ്ടാമത്തെ പറഞ്ഞതിന് മുമ്പേ ഇതങ്ങ് കയറും. അപ്പോൾ ഞാൻ സ്ലോയിൽ കാണിച്ചു തരാം. ഒന്നാമത്തെ നമുക്കിതാ ഇവിടെ വെച്ചിട്ട് നമുക്ക് കയറ്റാം. 2 ഇത് മിസ്സായി, കുഴപ്പമില്ല, രണ്ടാമത്തെ നമുക്ക് കയറ്റാം. ഇതൊക്കെ നമുക്ക് ഓപ്ഷൻ ഉണ്ടായിരിക്കുകയാണ്. നമ്മൾ വെറുതെ കൊറിയോഗ്രാഫി ചെയ്യാനോ സ്റ്റേജ് പ്രോഗ്രാമിനോ റോഡ് ഷോയ്ക്കോ 1 മിനിറ്റ് വെളിയിൽ പ്രോഗ്രാം കാണിക്കാൻ വേണ്ടി മാത്രം, കാണികളെ രസിപ്പിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നു, വീണ്ടും തട്ടുന്നു, വീണ്ടും ഇടി ഇങ്ങനെ അങ്ങ് പോകുന്നത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ആവശ്യം പോലും ഇല്ല. വളരെ സിമ്പിളായിട്ട് ചെയ്ത് അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ.